അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ട് കുറച്ച് നോമ്പുമണിൻ്റെ ഒരു വിശേഷങ്ങൾ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ പുറത്ത് പോയതും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ കുട്ടികളെ പറഞ്ഞയച്ച് ഒരു 9:45-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹാള് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാള് ഫുള്ള് മാറാലൊക്കെ തട്ടി ജനലും കാര്യങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സോഫയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിരിക്കണ്. ഇപ്പം ലൈറ്റും കാര്യവും അതൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടിടണേ. കുറേ ലെങ്ത് ആവുമ്പോഴേ ബുദ്ധിമുട്ടാവില്ല, എനിക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ജനൽ ഇവിടെ പിന്നെ 2 ജനലുള്ളൂ കേട്ടോ. ആ 2 ജനലും തുടച്ചിട്ട് അപ്പോൾ വീഡിയോ ഞാൻ തന്നെ എടുക്കട്ടെ. പിന്നെ സിറ്റ് ഔട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കാണ്ട് സോപ്പും പൊടി ഇട്ട് കാണ്ട് ഇങ്ങനെ ഒരതിയിട്ട് എടുത്തതാണ്. അപ്പോൾ വലിയ ചളിയൊന്നുമില്ല, നമ്മളിപ്പോൾ ഒന്നും ഇങ്ങനെ കഴുകണത് തന്നെയല്ലേ ആയിട്ടില്ലേ. പൊടിയും ചളി അങ്ങനെ കുറവാണ് കേട്ടോ. എന്നാലും അങ്ങനെ ചെയ്ത് പിന്നെ ഇതാ പൊന്നൂൻ്റെയും മുത്തൂറ്റിൻ്റെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ട്രോഫികളൊക്കെ ഒന്ന് പൊടി ഒരു വെള്ള പൊടി ഉണ്ടായിരുന്നിട്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഫുള്ള് തുടച്ച് പിന്നെ ഹാള് കഴിഞ്ഞു കേട്ടോ. ഹാള് എടുക്കൽ കഴിഞ്ഞു, കഴിഞ്ഞു. ഇതിപ്പോ ഞങ്ങളെ ബെഡ്റൂം, അടുക്കള കുറച്ച് പണികളുണ്ട്. ഈ ബെഡ്റൂമാണ് കൂടെ കഴിയൂല. അപ്പൊ പിന്നെ ഭാര്യ കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ടോ. പിന്നെ ഫുള്ള് കട്ടിൽ നീക്കിയിട്ട് അടിച്ചുവാരി കട്ടിൽ തുടക്കാനും ജനൽ തുടക്കാനുള്ള AC പിന്നെ ഫാൻ ഇത് രണ്ടും തുടക്കാനും ഒക്കെ തുടക്കാണ്ട് കുറച്ച് പണികളൊക്കെ അതൊക്കെ പിന്നെ ആഴ്ചയിൽ നമ്മൾ തുടക്കണേൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പണികൾ കേട്ടോ. ഓനും പറയുന്നുണ്ട് ആദ്യം. ഞാനാണെങ്കിൽ ഇന്നിപ്പോ എന്തായാലും പണി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അടുക്കളയിൽ കുറച്ച് പണി, മറ്റന്നാള് വേറെ അങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കഴിയൂല. കുറേ കാലമായിട്ട് തൊട്ടിയിൽ കിടക്കുക. അപ്പൊ ഇനിയിപ്പോ അവന് കിടക്കൂല. കുറേ ആയിട്ട് ഇപ്പൊ തൊട്ടി കിടക്കില്ല. ഒരു 1.5 തന്നെ. ഇനി പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഫുൾ സംഭവങ്ങൾ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്നിപ്പോ ഒരു 12:30-1 മണി വരെ മാത്രമേ ഞാൻ പണിയെടുക്കുള്ളൂ. പിന്നെ പിറ്റേന്ന് എന്തേലും നമുക്ക് സമയം ഉണ്ടല്ലോ. ഞാൻ പിന്നെ സ്റ്റോർ റൂം തോന്നുന്നു 7-ാം പിന്നെ സ്റ്റോർ റൂം കുറെ നേരാക്കാം. പിന്നെ ആക്കി എടുത്താണ് ശിവ പെട്ടെന്ന് ഇതായി. ഞാൻ ഇനി ഫുള്ള് ഞാൻ വീഡിയോ ഇടൂല കേട്ടോ. നോമ്പിന്റെ വീഡിയോ ഇടുന്നില്ല. ഇവിടെ വരുമ്പതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ നിന്നാല് പണി കഴുകി ഉണക്കി വെക്കാനുണ്ട്. പിന്നെ അപ്പുറത്തെ നമ്മളെ ഹാളില് കുറെ മുകളിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ്, അതൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തീ പൂട്ടിക്കാണ്ട് ചോറ് പൊന്നൂന് ആക്കിയാണ് കേട്ടോ. പൊന്നു പോയപ്പോൾ തന്നെ ചോറും പിന്നെ ഒക്കെ മുട്ടയും ചീരയും കൂടെ ഉള്ള തോരനും അച്ചാറും ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി ഒക്കെ ഞാൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ചോറ് ഇതാക്കിയിട്ട് ഞാൻ ഇവിടെ കറിക്കുള്ള വെള്ളം വെച്ചാട്ട് ഈ മഞ്ഞളും പച്ചമുളകും എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് ചിക്കനാണോന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഇവിടെ അപ്പം തന്നെ സൗണ്ട് അങ്ങനത്തെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരിക്കണം. പക്ഷേ ഞാൻ അത് സൗണ്ട് കളഞ്ഞ് 2-3 ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നോമ്പൻ്റെ അന്ന് ചിക്കൻ വാങ്ങിയെന്ന്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ പണികളൊക്കെ എടുക്കണത്. 2 ദിവസം കഴിഞ്ഞെന്ന്. അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിയതാണ്. കാരണം ആ ഒരു മീനൊന്നും ടേസ്റ്റ് ഇല്ല, അതിൻ്റെ കുട്ടികൾക്കും വേണ്ട, ബാക്കി പിന്നെ തീരെ വേണ്ടട്ടോ. എന്തോ ഒരു അയിലൊക്കെ ഒരു ഉണക്കമീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങാതെ എന്ന് ചിക്കൻ വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് മോര് കാച്ച, സാധാ മോരില്ല, നമ്മൾ നാടൻ മോര് ബീഫൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്ട് കണ്ടല്ലേ മോര്. ഇതിനുള്ള വെള്ളം ഞാനതാണ് അപ്പോൾ ആ തീ ചിക്കനും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്ച്ചോറ് കറി അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുള്ളൂ, പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. കാരണം പടിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പാടെ കഴിയില്ല. പിന്നെ വിചാരിച്ച് പൊരിച്ചിട്ടാക്കി വെച്ചാൽ കുറേ ചിക്കൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അതും പിന്നെ ബീട്രൂട്ടിൻ്റെ തോരനുണ്ട്, ഞാൻ അവസാനം കാണിച്ചില്ല വിചാരിച്ചു. അപ്പം ഉണ്ടല്ലോ അത് പോയപ്പോൾ ബെഡൊക്കെ ബാക്കി അതിനുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിലെന്തോ ചെകിരി എന്തോ ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഭയങ്കര കാനം അതുകൊണ്ട് തന്നെ വല്ലാണ്ടില്ല. പക്ഷെ കട്ടിലിന്റെ അടിയിൽ എനിക്ക് മാറാല തട്ടിയാല് പൊടി തട്ടിയാല് ഭയങ്കര തുമ്മല, തുമ്മി പിന്നെ എനിക്ക് അന്ന് ആദ്യമൊക്കെ ഭയങ്കര രസം മാറാല കണ്ടിട്ട് 2-3 പിന്നെ അത്രേ ഉള്ളൂ. അധികം വൃത്തിയാക്കാൻ ഭയങ്കര നെഞ്ഞുവേദന അടക്കാവും, വയറുവേദന ഫുള്ളായി. ഞാൻ എടുത്ത് കഴുകലുണ്ടാവും ഉപയോഗിക്കാത്തൊക്കെ. ഞാൻ അങ്ങനെ വന്ന് കണ്ടത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉള്ളി എന്തായാലും ഞാൻ തൊലിച്ച് വെച്ചിട്ട് ഭാര്യ കൊണ്ട് അട്ടയിപ്പിക്കണം എന്ന് വിചാരിച്ചു. അപ്പം ചിക്കന് കായൊക്കെ ഒന്ന് ഇവിടെ നിന്ന് എടുത്തോളൂ ചേച്ചി. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയും ചിക്കനിക്കുള്ളത് റെഡി ആയിക്കൊണ്ട് കേട്ടോ. പിന്നെ തട്ടിക്കൊട്ടാൻ ഞാൻ പോയിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ട് ജനല കൈകാനാകുമ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞേണ്ടേ, അല്ലാതെ എല്ലാം കൂടി കഴിയൂല കേട്ടോ. രാവിലെ ചോറുണ്ടാക്കിയിരുന്നു. പിന്നെ ഇന്ന് നീർദോശയും കടലക്കറിയും. അപ്പോൾ പൊന്നു കടലക്കറി കൊണ്ടുപോയിട്ടില്ല. നമുക്ക് ചീരി മുട്ടയും കൂടെ തോരനും അച്ചാറും കേട്ടോ കൊണ്ടുപോയത് ചോർക്ക്.
കുട്ടികൾക്കും ഞാൻ അതന്നെ കൊടുത്തു വിട്ടത്. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി വേഗം മോര് കാച്ചാൾ റെഡി ആയിക്കൊണ്ട് മഞ്ഞൾ വെള്ളം തിളച്ചുക്കണം, ആ റെഡി ആക്കണം. അപ്പം അതിൻ്റെ അടിയിൽ വേഗം ഇതിന് പൊരിക്കൊക്കെ വേണം കേട്ടോ. നമുക്ക് ഈ സവാള പൊരിച്ചിട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കുക. അതിൻ്റെ അടിയിൽ നമുക്ക് വീഡിയോ ഇടാം, അല്ല ചിക്കൻ്റെ വീഡിയോ ഇടാം ഉള്ളത് എടുക്കണമുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി ആകുമ്പോൾ എന്താ വെച്ചാൽ ആകെ ഇതാണ്. ഞാൻ ആദ്യക്ക് കഞ്ഞി കൊടുത്തിട്ടില്ല, പഞ്ഞാത്ത് കൊടുക്കണം. ഉള്ളി വാനോട് വെട്ടിപ്പിച്ചേട്ടെ, എന്നാലേ ഇപ്പോൾ അത് കഴിയുള്ളൂ. എനിക്ക് ഉള്ളി പെട്ടെന്ന് വെട്ടാൻ കഴിയില്ല, കയ്യിൽ വെച്ചാൽ ഞാൻ വെട്ടുക. കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് സ്പീഡില്ല. അപ്പം ഞാൻ അതൊക്കെ കാട്ടട്ടെ കേട്ടോ. പെട്ടെന്ന് വെട്ടു കേട്ടോ. അപ്പം എനിക്ക് നേരം വൈകുവേ. ഞാനിതിൽ തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞിരുന്നു കേട്ടോ, അതൊന്നും കാണിച്ചിട്ടില്ല. പൊടി ഇട്ടിരുന്നു, അരിപ്പൊടി ഇടല്. അരിപ്പൊടി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇടണത് അടുപ്പത്താണ്. അപ്പം ഇനി അതൊന്ന് ചെറുതായിട്ട് തള വരുമ്പോൾ വാങ്ങി വെക്കാം. ഇത് തൂമിക്കോ കടർക്കോ ഒന്നും വേണ്ട കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവണം ആ ഒരു മോരാട്ടോ. അടുപ്പത്ത് ഇപ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാനില്ല. ബീട്രൂട്ട് ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിങ്ങനെ തീ കണ്ടില്ലേ, അങ്ങനെ കത്തിക്കൊണ്ട് കൊടുത്ത് ഇപ്പം തിളക്കുകയും ചെയ്യും. ബീട്രൂട്ടിൽ കുറച്ച് വെള്ളം കൂടുതലാണ് കേട്ടോ കുക്കറിന് എടുത്തപ്പോഴേക്ക്. അപ്പം അതൊന്നും സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടെടുത്തിട്ട് അതൊന്ന് പിന്നെ തൂമിച്ചെടുക്കും വേണം. ചിക്കനൊക്കെ ഞാൻ കണ്ടില്ലേ ഇതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി അത് വെന്തിട്ടുള്ള ബാക്കി പണി കണ്ട ഫുള്ളിഞ്ഞ് പാത്രം കഴുകാൻ ഇതൊക്കെ ഇത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള ബീട്രൂട്ടുള്ള അതിൻ്റെ ചട്ടി ഇതൊക്കെ ഇനി നമുക്ക് കഴുകിയെടുക്കാനുള്ളതാണ് കേട്ടോ. ഇടയിൽ ഞാൻ എന്തായി പണി നോക്കാൻ വേണ്ടി വന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കണ്ടേ. അപ്പോൾ ഉള്ളു കണ്ടില്ലേ, ഞാൻ നില ഒന്ന് ഇവിടെ ഇത് റെഡിയാക്കാനുള്ളൂ കേട്ടോ, കഴുകാനുള്ളൂ. കഴുകിയിട്ട് വേണം കട്ടിൽ ഒന്ന് നമുക്ക് പിടിച്ചിടാൻ. കട്ടിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് പുറത്തുനിന്ന് തുടക്കുകയാണ്. അതോടൊക്കെ ഈ റൂമത്തെ പണി കഴിയും. ഇനി അലമാരകളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, നല്ല വിളയെ ഒരു ദിവസം കൊണ്ട് നോമ്പ് പണി കഴിയൂലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. എനിക്കങ്ങനെ കഴിയൂല കേട്ടോ. കാരണം രാവിലെ 9:45 9:50 ആവട്ടെ കുട്ടികളെ ബസ് വരണമെങ്കിൽ. അപ്പോൾ അതോളം അവർക്ക് വന്നാൽ ചോറും സംഭവങ്ങളും ചായയും കടിയൊക്കെ കൊടുക്കും വേണം. ഡ്രസ്സൊക്കെ മാറ്റിപ്പിക്കണം, കുളിപ്പിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. പിന്നെ പൊന്നു പോകുമ്പോൾ ചോറും ചായയും കടിയും പൂക്കൾ കൂട്ടാനും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു നേരത്ത് എടുക്കാൻ കഴിയൂല. പിന്നെ എന്തായാലും 10 മണി കഴിയോട്ട് എടുക്കണമെങ്കിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ട് കണ്ടിട്ട് ഞാൻ ആ സൗണ്ട് കട്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇടവിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. എപ്പോഴേക്കിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാ പണിയും കഴിഞ്ഞതാ ചോറ് കഴിക്കുകയാണേ. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും ബീട്രൂട്ടും കറി മോരാച്ചി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചിക്കൻ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അച്ചാറും കേട്ടോ. നട്ടുച്ചക്ക് പുറത്തിറങ്ങിയ കേട്ടോ. സമയം 2:20 പിന്നെ കിടക്കാനൊന്നും നിന്നിട്ടില്ല, നേരെ പോന്നു. ബാങ്കിൽ പോവാണ്ട് പിന്നെ എന്താ മുത്തുട്ടിൻ്റെയും അല്ലുവിൻ്റെയും അക്കൗണ്ട് മുത്തുട്ടിൻ്റെ കട്ടായിക്കും. അല്ലുവിന് പുതിയതെടുക്കാനൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് മെസ്സേജൊക്കെ വന്നിട്ട് 2 ദിവസമായി. അപ്പം എന്നാൽ അതൊന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ്. ചോദിച്ചു നോക്കണം. പിന്നെ കുറച്ച് വളം വാങ്ങാണ്ട് നമ്മുടെ കാശ്മീരി മുളകൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാനായിരിക്കണം കേട്ടോ. അപ്പം ഇനി വെയിലല്ലേ, നല്ല മുളക് കിട്ടും. പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നല്ല ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഇനി നാളെ അതിൻ്റെയൊക്കെ ഒരു പണിയാണ്. നാളെ നോമ്പും പണി എടുക്കണില്ല, അത് വാങ്ങാൻ പോവാണ്. നമ്മൾ ഈ വളം വാങ്ങാൻ വേണ്ടി പോന്ന കേട്ടോ. ചെടികളെ ഇതിക്ക് അവിടെ ഉണ്ട് കാക്ക. ഇത് കണ്ടോ നിത്യകല്യാണില്ലേ നമ്മളെ അങ്ങനത്തെ വേറെ കേട്ടോ. കളർ എന്ത് ഭംഗിയിലേ കാണാൻ. പിന്നെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ പൂക്കളിലെ കുറേ ചെടികളും തൈകളും. ഇവിടെ അടുത്താണേ. ഞാനിതാ വളം വാങ്ങിട്ടോ. ഇതാണ് വാങ്ങല്, നടിയിൽ മിശ്രിതം. ഇത് 5 കിലോന് 100 രൂപയാണേ. ഇതിൽ ചകിരിച്ചോറുണ്ട്, പിന്നെന്താ ഇത് ചാണകപ്പൊടി ഉണ്ട്, എല്ലും പൊടി ഉണ്ട് കേട്ടോ. അത് 3ഉം കൂടിയാണ്. നമുക്ക് മുളകും തക്കാളി അങ്ങനത്തെ സാധനമൊക്കെ നല്ലോണം ഉണ്ടാവും ഇതിട്ട് കൊടുത്താൽ. അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ട് നമ്മളെ മുത്തുട്ടി പഠിച്ചിരുന്ന മുത്തുട്ടിയും പഠിച്ചിരുന്ന പഴയ സ്കൂളിൽ പരിപാടി ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ മാറ്റിക്കുകയാണ്. സമയം 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇറങ്ങണം. മുത്തുട്ടി ഒരു 6:30 ആകുമ്പോൾ പോയിട്ടുണ്ട്. നിസ്കരിച്ചിട്ടാണ് പോയത്. അപ്പോൾ 6:45 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഭാവി വണ്ടിയിലുണ്ട് കേട്ടോ. ഓന് ഷൂട്ട് കൊടുത്താ ഇട്ട് കൊടുക്കി. ഞങ്ങൾ നടന്നു പോട്ടോ. ആദ്യം ഭാവിയും കാറിൽ പോയി. ഞാനും ഇതാ അല്ലും പൊന്നും നടക്കട്ടെ പഠിച്ചോനെ. നല്ല ഇരുട്ടാണ്.
നായ്ക്കൾ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും പോയിട്ട് രസം. രാത്രി ഇങ്ങനെ നടന്ന വൻ്റെ രസം. ബാ കുറേ പറഞ്ഞിട്ട് കാർ പോരാ പോരി പറഞ്ഞു. ബാക്കി നടക്കാനാവില്ല. അപ്പം ഞങ്ങൾ നടന്നു വരാം നിറങ്ങനെ പോവാണ്. മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊക്കെ വെളിച്ചമുണ്ട് കേട്ടോ. വലിയ ഇരുട്ടൊന്നുമല്ല. വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നും അല്ല മുന്നിൽ കിടക്കട്ടെ, എനിക്ക് സ്പീഡില്ലാന്നും പറഞ്ഞാണ്ട് കണ്ടോ. കുറച്ച് നടന്നിട്ടുള്ളൂ. മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ഇത് ആദ്യക്കുട്ടി ഇവിടെ വണ്ടി നിർത്തിക്കണം. ഞങ്ങളപ്പോൾ നടന്നു തന്നെ എത്രോന്. അപ്പം ഞങ്ങൾ കാർ കയറിട്ടോ. ഇനിയിപ്പോൾ കാർ തന്നെ പോവാന്ന് വിചാരിച്ച്. വണ്ടികളാണ് കേട്ടില്ലേ. സ്കൂളിൻ്റെ താഴെ ഫുള്ള് വണ്ടിയാണ്. അപ്പം മുകൾക്ക് ആണെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. എതിയാലും പോഴോക്കട്ടെ. ഇവിടെ നിർത്താന്ന് വിചാരിച്ചു. റോട്ടിൽ തന്നെ മെയിൻ റോട്ടിലാട്ടോ നിർത്തിയിട്ടുള്ള കണ്ടില്ലേ. നമ്മളെ ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ. ക്രീം കേക്കിൻ്റെ ഐസ്ക്രീമാണ്. നാരങ്ങ വെള്ളം ഉണ്ട്. അപ്പം ആളുകൾ നിറഞ്ഞിക്കണം കേട്ടോ. ഫുള്ളയക്കണേ. അങ്ങനെ തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടില്ലേ കഴിയണുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോന്ന്. കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ തന്നെ 9:30 ആയിക്കോളൂ കേട്ടോ. അപ്പൊ പിന്നെ വേഗം പോന്ന്. എവിടോ അവന്റെ കയ്യത്തത്? അതാ ഇല്ല, സത്യം പറയച്ചേ. ഓനൊരു സാധനം വാങ്ങിയത് എവിടെ? വണ്ടി കൊടന്ന് വെച്ചിക്കണ അത്ര. ഇപ്പൊ തന്നെ എന്താ ഒഴിഞ്ഞല്ലോ. കടകളൊക്കെ പൂട്ടീന് കേട്ടോ. 9:40 ആയിട്ടുണ്ട് സമയം. നാളെ സ്കൂളുണ്ട്. നാളെ അവർക്ക് ഉണ്ടാവില്ല പരിപാടി. അതുകൊണ്ട് അവിടെ സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടിട്ട് നമ്മൾ തൊട്ടടുത്തായിട്ടായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നീന്ന്. അടുത്തേക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര സൗണ്ട് ചെയ്തു. ആദ്യക്കുട്ടിക്ക് ഇത് വാങ്ങിയിട്ട് 60 രൂപയാണ് ഇതിന്. പിന്നെ അവിടെ തന്നെ കുട്ടികൾ കയ്യിൽ നിന്ന് പോയിക്കാണ്ട് കണ്ടോ. പാറിങ്ങനെ പോയിട്ടേ കുറേ മുകൾക്കൊക്കെ എത്തിന്നിട്ട് അവിടെ തന്നെ ഒന്ന് നമ്മൾ കണ്ടത് ആകാശത്തേക്ക് പോയിക്കണ എയറോപ്ലെയിൻ്റെ അത് കാരണം. എൻ്റെ അല്ലു കണ്ടില്ലേ തെറ്റിക്കിടക്കണം. ഒളുക്കില്ലാന്നും പറഞ്ഞിട്ട് പോയിക്ക. നല്ല ഭംഗിയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ബൈ. നമ്മളെ വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് നോമ്പ് 1 ഡെൻമ ലൈഫ് ചെയ്യണ്ട്. അതോളം ഞാൻ ഡെൻമ ലൈഫ് ഇല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.